നമ്മുടെ क्वेश्चन പേപ്പറിലെ ഒരു क्वेश्चन ആണ് पारिभाषिक शब्द माने क्या है, उसकी क्या क्या विशेषताएं होती है। तो पारिभाषिक शब्द ऐसे शब्दों के कहते हैं जो सामान्य व्यवहार की भाषा के शब्द न होकर भौतिकी, रसायन, प्राणी विज्ञान, दर्शन, राजनीति, विभिन्न विज्ञानी या शास्त्रों के शब्द होते हैं। അപ്പോൾ എന്താണ് പാരിഭാഷിക ശബ്ദാവലി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന അല്ലാത്ത വാക്കുകൾ, അത് പ്രത്യേകമായിട്ടും എന്താണ് ഈ സയൻസുകളിലും കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, പിന്നെ എന്താണ് ഫിലോസഫി, പൊളിറ്റിക്സ്, പിന്നെ ഇതുപോലെ സയൻസിൻ്റെ ഓരോരോ ശാഖകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രത്യേകതരം വാക്കുകളെയാണ് പാരിഭാഷിക് ശബ്ദാവലി എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇത് ഓരോ സെപ്പറേറ്റ് സയൻസിൻ്റെ ഓരോ ശാഖകളിലും ഓരോരോ വ്യക്തമായ അർത്ഥത്തെ സൂചിപ്പിക്കാനാണ് പാരിഭാഷിക് ശബ്ദാവലി ഉപയോഗിക്കുന്നത്. പാരിഭാഷിക് ശബ്ദ का अर्थ सुनिर्धारित होता है. പാരിഭാഷിക ശബ്ദം അല്ലെങ്കിൽ പാരിഭാഷികമായ ആ വാക്കിൻ്റെ അർത്ഥം നേരത്തെ തന്നെ സ്പഷ്ടമായ ഒരർത്ഥം അതിന് ഉണ്ടാകും. ജിസ് വിഷയ അഥവാ സിദ്ധാന്ത के लिए है उसी से संबंध या वही अर्थ व्यक्त करता है. അത് ഏത് വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള പാരിഭാഷിക് ശബ്ദമാണോ അതിൻ്റെ സ്പഷ്ടമായ അർത്ഥം നമുക്ക് വ്യക്തമാക്കി തരുന്നു. एक विषय में एक धारणा को प्रकट करने के लिए एक ही पारिभाषिक शब्द होता है. ഒരു സബ്ജക്റ്റിൽ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരു ധാരണ അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഒരേ ഒരു പാരിഭാഷിക ശബ്ദം മാത്രമാണ് ഉപയോഗിക്കുന്നത്. പാരിഭാഷിക ശബ്ദ ചോട്ടാ ഹേ തോ പ്രयोग में सुविधा होगी. പാരിഭാഷിക ശബ്ദം വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വളരെയധികം എളുപ്പമുള്ളതായിരിക്കാം. സാമാന്യതഃ പാരിഭാഷിക് ശബ്ദ मूल हो व्याख्यात्मक नहीं. एक ही विषय क्षेत्र में संबंध पारिभाषिक शब्दों के रूप की दृष्टि से सादृश्य हो तो संगत लगता है. പാരിഭാഷിക ശബ്ദ വ്യാഖ്യാത്മകമായ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവായ വാക്കുകളല്ല, ഒരു സിംഗിൾ വേർഡായിരിക്കും, ഒരു റൂട്ട് വേർഡായിരിക്കാം പാരിഭാഷിക് ശബ്ദ് എന്ന് പറയുന്നത്. അത് ഒരു വിഷയത്തിലെ പാരിഭാഷിക് ശബ്ദം എന്ന് പറയുന്നത് മറ്റുള്ള വിഷയങ്ങളിലോട് സാമ്യമുള്ളവയായിട്ട് വന്നാൽ അവിടെ ഒരു സംശയം ഉണ്ടാകാനിടയാകും എന്നാണ് പറയുന്നത്. तो पारिभाषिक शब्द ऐसा ही जिससे उसके अर्थ के संबंध छात्रों को प्रकट करने वाले शब्द बनाए जा सके. പാരിഭാഷിക് ശബ്ദം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥമുള്ള വാക്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ ഒരു ബന്ധം കുട്ടികളെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. പ്രശാസനിക് ഭാഷ में पारिभाषिक शब्दों का ही प्रयोग किया जाता है. हर कार्यालय की अपनी पारिभाषिक शब्दावली होती है. അപ്പോൾ ഈ ഭരണകാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ പാരിഭാഷിക് ശബ്ദാവലിയാണ്. അത് ഓരോ ഓഫീസുകൾക്കും പ്രത്യേകമായിട്ടുള്ള പാരിഭാഷിക് ശബ്ദാവലി ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ മേഖലയിൽ ഒരു തരം വാക്കുകളായിരിക്കാം. അതുപോലെ റെയിൽവേയുടെ റിസർവേഷൻ, അതിന് ആരക്ഷൻ, പിന്നെ അതുപോലെ കുറേ വാക്കുകളുണ്ട്. ബാങ്കുകളിലാണെങ്കിലും പിന്നെ അക്കൗണ്ടിനെ ഖാത്ത എന്ന് പറയുന്നു. അതൊക്കെ നമ്മൾ വേറെ എവിടെയും ഉപയോഗിക്കാതെ ആ ഒരു ഫീൽഡിൽ മാത്രം ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പാരിഭാഷിക് ശബ്ദാവലി എന്ന് പറയുന്നത്. तो हमारा अगला क्वेश्चन है അനുവാദ് കലാ ഹേ യാ വിജ്ഞാൻ. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്നതൊരു കലയാണോ ഒരു ശാസ്ത്രമാണോ എന്നാണ് ചോദ്യം. स्रोत भाषा की सामग्री को लक्ष्य भाषा में उसी अर्थ में रूपांतरित करना अनुवाद है. അപ്പോൾ ഒരു മൂലഭാഷയിലുള്ള ഒരു സാധനത്തെ, ഒരു പാഠ്യവസ്തുവിനെ നമുക്ക് ലക്ഷ്യഭാഷയിലേക്ക് അതേ അർത്ഥത്തിൽ തന്നെ രൂപാന്തരണം ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് അനുവാദ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. आधुनिक वैज्ञानिक युग में इतिहास, राजनीति, दर्शन आदि सामाजिक विषयों का भी विज्ञान से जोड़ने की प्रवृत्ति
പ്രചലിത ഹെ. അപ്പോൾ ഇന്നത്തെ ഈ സയൻറ്റിഫിക്കായ കാലഘട്ടത്തിൽ ചരിത്രത്തെയും പൊളിറ്റിക്സിനെയും തത്വചിന്തകളെയും ഒക്കെ എന്താണ് സോഷ്യലൈസ് ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തോട് ചേർക്കുവാൻ വേണ്ടിയിട്ട് സാമാജിക വിഷയം കാബി വിജ്ഞാൻ, അതായത് ഇത്രയും വിഷയങ്ങളെയും സയൻസിനോട് യോജിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. ഇസ് ആധാർ പർ അനുവാദ് ബി വിജ്ഞാൻ പദ് കാ അധികാരി ബൻ ഗയാ ഹെ. ഇതിനോടനുബന്ധിച്ചാണ് അനുവാദ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന വാക്കും സയൻസിനോട് ബന്ധപ്പെട്ട് വന്നത്. ആജ് അനുവാദ് കോ വിജ്ഞാൻ കി ശ്രേണി മേ രഖ്നെ വാലെ അധിക് ഹെ. ഇന്നത്തെ കാലഘട്ടത്തിൽ അനുവാദ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷനെ സയൻസിൻ്റെ ആ ഒരു ശ്രേണിയിൽ വെക്കുന്നത്, അങ്ങനെ കാണുന്നവരുടെ എണ്ണം കൂടുതലായിട്ടുണ്ട്. संगीत का वैज्ञानिक अध्ययन होता है, साहित्य का वैज्ञानिक अध्ययन होता है. अध्ययनकर्ता के उद्देश्य और प्रयोग की प्रणाली के अनुसार वह अध्ययन विज्ञान का स्तर पर जाता है. അപ്പോൾ സംഗീതത്തെയും സാഹിത്യത്തെയും ഒക്കെ സയൻസിൻ്റെ ശ്രേണിയിൽ വെക്കുന്നു. സയൻറ്റിഫിക്കായ ആ ഒരു സ്റ്റഡി ഇത്തരം മേഖലകളിലൊക്കെ നടക്കുന്നു. അപ്പോൾ ഈ വായിക്കുന്നവർ അല്ലെങ്കിൽ പഠിക്കുന്നവർ അവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ ഉദ്ദേശത്തിനനുസരിച്ച്, അവരുടെ പ്രയോഗത്തിനനുസരിച്ച് അവർ അവരുടെ ഈ പഠനങ്ങളെ സയൻസിൻ്റെ ശ്രേണിയിലേക്കോ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ശ്രേണിയിലേക്കോ മാറ്റുന്നു. अन्य वैज्ञानिक अध्ययनों के समान ही अनुवाद का विश्लेषण होता है, वर्गीकरण होता है, मूल्यांकन होता है. മറ്റുള്ള സയൻറ്റിഫിക്കായിട്ടുള്ള പഠനങ്ങളെ പോലെ തന്നെ ട്രാൻസ്ലേഷൻ്റെയും വിശ്ലേഷണം, വർഗീകരണം, മൂല്യാങ്കൻ, ഇവാലുവേഷനും ഒക്കെ നടക്കുന്നുണ്ട്. അനുവാദ് ശില്പ കാ ഉസ്മേ പ്രയുക്ത കലാ കാ ഭി വൈജ്ഞാനിക വിശ്ലേഷൺ അധ്യയൻ ഹോത്താ ഹെ. അപ്പോൾ അനുവാദ് ശില്പ് എന്ന ആ ഒരു ടേമിൻ്റെയും അനുവാദ് ശില്പിൽ ഉപയോഗിക്കുന്ന ആ ഒരു കല അതിൻ്റെയും സയൻറ്റിഫിക്കായ വിശ്ലേഷൺ അധ്യയൻ, സയൻറ്റിഫിക്കായ ഒരു പഠനം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അനുവാദിനെ, ട്രാൻസ്ലേഷനെ എന്ത് പറയാം? ഒരു തരത്തിൽ അതൊരു കലയാണ്, മറ്റൊരു തരത്തിൽ അതൊരു സയൻറ്റിഫിക് ശാഖയാണ്. ഇനി നമ്മുടെ വേറൊരു ക്വസ്റ്റ്യനാണ്, ദേശീയ സാഹിത്യ സേ ക്യാ മത്ലബ് ഹെ? കിസി ദേശ് കി ദേശീയ സംസ്കൃതി കാ ആവിഷ്കാർ ഹി ദേശീയ സാഹിത്യ ഹെ. ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെ ആ ദേശത്തിൻ്റെ തന്നെ സംസ്കാരത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ് ദേശീയ സാഹിത്യം എന്ന് പറയുന്നത്. ഒരു സാഹിത്യ രചനയിൽ ആ ദേശത്തിൻ്റെ സംസ്കൃതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണുള്ളതെങ്കിൽ അതിനെ ദേശീയ സാഹിത്യം എന്ന് പറയുന്നു. കിസി ദേശ് കെ ജനസമൂഹ കി സംസ്കൃതി കോ സാകല്യ കോ ഹി ദേശീയ സംസ്കൃതി കഹി ജാതി ഹെ. यह संस्कृति ही जनसमूह को केवल समूह के रूप में नहीं, एक समुदाय के रूप में परिवर्तित करती है. അപ്പോൾ ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെ ജനങ്ങളുടെ ഒരു കൾച്ചറിനെ ആണ്, അല്ലെങ്കിൽ ആ കൾച്ചറിനെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ദേശീയ സാഹിത്യം എന്ന് പറയുന്നത്. ഈ കൾച്ചർ എന്ന് പറയുന്നത് കേവലം ജനസമൂഹത്തെ സമൂഹമായിട്ടല്ല, ഒരു കൂട്ടായ്മയായിട്ട് മാറുവാനുള്ള പ്രേരണ നൽകുന്നു ഇത്തരത്തിലുള്ള ദേശീയ സാഹിത്യങ്ങൾ. വാസ്തവമേ ദേശീയ സാഹിത്യക്ക് സംഖ്യ അനേക ഹെ. സത്യം പറഞ്ഞാൽ ദേശീയ സാഹിത്യങ്ങൾ വളരെയധികമുണ്ട്. കാരണം ദേശോമേ ഏക് ഹി ഭാഷ നഹി ബൽക്കി അനേകവും ഭാഷയും ഹോത്തി ഹെ. ഒരു രാജ്യത്ത് എന്ന് പറയുന്നത് ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അനേകം ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനേകം ഭാഷയിലുള്ള സാഹിത്യരചനകളും നടന്നു വരുന്നു. ദേശീയ ഭാഷ की पहचान के लिए विद्वानों ने भाषा और राष्ट्र का आधार माना है. അപ്പോൾ ദേശത്തിൻ്റെ ഭാഷകളെ തിരിച്ചറിയാൻ വേണ്ടി വിദ്വാൻമാർ എന്ത് ചെയ്തു? ഭാഷയെയും രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ആധാരബിന്ദുവായി കണക്കാക്കപ്പെടുന്നു. संसार में एक ही भाषा बोलने वाले अनेक राष्ट्र भी होते हैं. ലോകത്തിൽ ഒരു ഭാഷ തന്നെ സംസാരിക്കുന്ന അനേകം രാഷ്ട്രങ്ങളും അനേകം രാജ്യങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് ചൈന പോലുള്ള രാജ്യങ്ങളിൽ ചൈനീസ് ഭാഷ മാത്രമാണ് സംസാരിച്ചു വരുന്നത്. ജപ്പാനിൽ
ജാപ്പനീസ്, അങ്ങനെ. പക്ഷേ ഇന്ത്യയിൽ മാത്രമാണ് നമുക്ക് ഒരുപാട് വൈവിധ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ദേശീയ भाषा की पहचान के लिए भाषा या राष्ट्र को आधार मानना काफ़ी नहीं है. इसमें भाषा, संस्कृति सबका समग्र विवेचन व अध्ययन होता है. ഒരു ദേശീയ ഭാഷയുടെ തിരിച്ചറിവിന് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ഭാഷയെയോ രാഷ്ട്രത്തെയോ മൂലാധാരമായി കാണണം എന്നൊന്നുമില്ല. ഒരു ഭാഷയെ അല്ലെങ്കിൽ അതിൻ്റെ സംസ്കൃതിയെ സമഗ്രമായ അധ്യയൻ, വിവേചൻ ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ദേശീയ സാഹിത്യത്തിലൂടെ ചെയ്തു വരുന്നത്. तो हमारा अगला क्वेश्चन है, तुलनात्मक साहित्य का लक्ष्य. सब तरह के सांस्कृतिक वर्ण विवेचन एवं विभागीय चिंताधाराओं के विरुद्ध समन्वयात्मक एवं सर्गात्मक सामूहिक अवरोध का उत्पन्न करना. എല്ലാ തരത്തിലുള്ള സാംസ്കൃതിക വർണ്ണ വിവേചനം, എല്ലാ തരത്തിലുള്ള കൾച്ചറലി ആണെങ്കിലും റേസിസം, വർണ്ണവിവേചനം, വിഭാഗീയം, കുറേ ജാതി മത വർണ്ണഭേദത്തെയും ചിന്തകളെയും ഒക്കെ ഓപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന ഒരു സമന്വയമായ ഒരു സാമൂഹിക അവബോധം ഉണ്ടാക്കുവാനാണ് തുലനാത്മക സാഹിത്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ജാതി മത വർഗ വിവേചനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാത്തിനെയും സമന്വയിപ്പിച്ചു കൊണ്ടുള്ള ഒരു സമൂഹത്തെ ലക്ഷ്യമിടുന്നതാണ് തുലനാത്മക साहित्य का लक्ष्य എന്ന് പറയുന്നത്. केवल अपने साहित्य एवं भाषा को सर्वोत्कृष्ट मानने के संकुचित विचार को छोड़ विभिन्न साहित्यों को अपनी उत्कृष्टता का समग्र अध्ययन ही तुलनात्मक साहित्य का लक्ष्य है. कुछ राज्यों में लोगों ने ऐसा चिंता करता है कि केवल अपना साहित्य ही क्या है, श्रेष्ठ है. यही विचारधारा को ये तुलनात्मक साहित्य तोड़ करता है. ചില രാജ്യങ്ങളിലൊക്കെ അവരുടെ സാഹിത്യം മാത്രമാണ് വലുത്, അവരുടെ രാജ്യം മാത്രമാണ് വലുത് എന്നൊരു ചിന്താഗതിയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ആ ഒരു ചിന്തകളെയൊക്കെ മാറ്റിച്ച്, ആ സങ്കുചിതമായ ചിന്താഗതികളെ ഉപേക്ഷിച്ചുകൊണ്ട് വിഭിന്ന സാഹിത്യങ്ങളെ തങ്ങളുടെ സാഹിത്യങ്ങളുമായി തുലനാത്മകം ചെയ്ത് എല്ലായിടങ്ങളിലും എത്തിക്കുക എന്നതാണ് തുലനാത്മക സാഹിത്യത്തിൻ്റെ ലക്ഷ്യം. विभिन्न कालों और देशों के चिंतकों और मनुष्यों की तत्कालीन विचारधाराएं, संस्कृतियों के परिप्रेक्ष्य में जो अवलोकन अध्ययन होता है उनका लेखा जोखा है तुलनात्मക സാഹിത്യ का मर्म. അപ്പോൾ പല കാലഘട്ടങ്ങളിൽ താമസിച്ചിരുന്ന, പല ദേശങ്ങളിൽ താമസിച്ചിരുന്ന ആചാര്യന്മാരുടെയും ചിന്തകരുടെയും ഒക്കെ ആ സമയത്തെ വിചാരധാരകളും കൾച്ചറൽ വിചാരധാരകളും ഒക്കെ ഇന്നത്തെ സംസ്കൃതിയുടെ ഒരു അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള അവലോകൻ ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ലേഖാജോഖ, എഴുത്തുകളും കൂട്ടങ്ങളും ഒക്കെയാണ് തുലനാത്മക സാഹിത്യത്തിൻ്റെ മർമ്മമായിട്ട് കണക്കാക്കപ്പെടുന്നത്.